ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല. അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക, മെസ്സേജായി അയയ്ക്കുക. ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ്വഭാഗ്യങ്ങളെ തരുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി, വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം, അതുപോലെ തന്നെ സർവ്വ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം, വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ. പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും. യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു. നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണ അതിസേവിതം കപിത്തജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഘ്നേശ്വര ഓം പരമേശ്വരായ. ഒരിക്കൽ കൂടി സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. അതായത് വളരെ പൈതൃകമായിരിക്കുന്ന ആത്മീയ അനുഗ്രഹം ലഭിക്കുന്ന മാസമാണല്ലോ കർക്കിടക മാസം. കർക്കിടക മാസം അവസാനിക്കാൻ പോവുകയാണ്. ഒരു പുതിയ വർഷം നമ്മളിലേക്ക് വന്നു ചേരാനും പോവുകയാണ്. കർക്കിടക മാസം പിതൃക്കളുടേതായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് സമൃദ്ധിദായകമായി മാറുന്ന മാസമാണ്. അപ്പോൾ ഈ മാസത്തിലെ അവസാന ഏകാദശി എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് മാസം 5-നാണ്. ആ അവസാന ഏകാദശി വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ്. ഈ ഏകാദശി ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണ തിരുമുൻപിൽ നിർമാല്യ ദർശനവും ശ്രീ മഹാവിഷ്ണുദേവൻ്റെ സർവാലങ്കാര വിഭൂഷിതനായി നിൽക്കുന്ന ആ രൂപം, അതായത് ദീപാരാധനയും തൊഴുന്ന 11 നക്ഷത്രക്കാർക്ക്, എല്ലാ നക്ഷത്രക്കാർക്കും ഇല്ല, 11 നക്ഷത്രക്കാർക്ക് വീട്, വാഹനം, ധനം തുടങ്ങിയവ ഉണ്ടാകാൻ പോവുകയാണ്. തീർത്തും അതിസമൃദ്ധി വ്യവസ്ഥയിലേക്ക് വരുന്ന 11 നക്ഷത്രങ്ങൾ. കർക്കിടക മാസത്തിലെ അവസാന ഏകാദശിയായിരിക്കുന്ന 2025 ഓഗസ്റ്റ് മാസം 5-ന് കൃഷ്ണസ്വാമിയുടെ തിരുമുൻപിൽ എത്തി നിർമാല്യം, അതായത് അദ്ദേഹത്തിൻ്റെതായ ആ തിരുമുഖം അതിരാവിലെ തന്നെ ദർശിച്ച് സൗഭാഗ്യമടയുന്ന 11 നാളുകൾ ശേഷം ശ്രീ മഹാവിഷ്ണുദേവൻ്റെ, എപ്പോഴും നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന മഹാവിഷ്ണുദേവൻ്റെ തിരുമുമ്പിലെത്തി അന്നേ ദിവസം വൈകുന്നേര സമയം അഥവാ സന്ധ്യാസമയത്തെ ദീപാരാധന കൂടി തൊഴുത് വിഷ്ണു സഹസ്രനാമം വീട്ടിലെത്തി ജപിക്കുക എന്നുള്ളതാണ് ഈ സമൃദ്ധി നമ്മളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. 11 നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട. തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാതെ ഞങ്ങൾക്ക് വന്നു ചേരുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. 11 നക്ഷത്രക്കാർ ഞാനീ പറഞ്ഞതുപോലെ ഏകാദശി ദിവസം ഓഗസ്റ്റ് മാസം 5-ന് അത് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി നിർമാല്യം ദർശിക്കണം. ആ നിർമാല്യ ദർശനത്തിന് പോകുന്നതിന് തലേ ദിവസം തന്നെ പോയി കൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണയും ത്രിമധുരവും തുളസിമാലയും ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ അറിയിക്കുക എന്നുള്ളതാണ്. അത് സമർപ്പിച്ച് രാവിലെയുള്ള ഈ നിർമാല്യം ദർശിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായ വളർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം വൈകുന്നേര സമയത്ത് പാൽപ്പായസ വഴിപാട്, ത്രിമധുരം, വിഷ്ണു പൂജ എന്നിവ സമർപ്പിച്ച്
മഹാവിഷ്ണുദേവൻ്റെ ആ ദീപാരാധന തൊഴുത് പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യമാണ് 11 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. പിതൃ ആത്മാക്കൾ അനുഗ്രഹം നൽകുന്ന മാസമാണല്ലോ കർക്കിടക മാസം എന്ന് പറയുന്നത്. പിതൃപൂജ, ബലിതർപ്പണം, തിലഹവനം എന്നിവ കൊണ്ട് പിതൃകർമ്മങ്ങൾക്ക് വളരെയധികം മോക്ഷദായകമായിരിക്കുന്ന വിധിയിലൂടെ കടന്നു പോകുന്ന മാസമാണ് കർക്കിടകം. പിതൃക്കൾക്ക് സ്നേഹ ബഹുമാനങ്ങൾ നൽകി ബലിയർപ്പിച്ച് അവരുടെ അനുഗ്രഹം നേടുന്ന വളരെ സമൃദ്ധിദായകമായിരിക്കുന്നൊരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. തന്നെയുമല്ല, ബുധൻ, ആദിത്യൻ, ശുക്രൻ തുടങ്ങി ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നിലനിൽക്കുന്ന മാസമായിട്ടാണ് കർക്കിടകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആയതുകൊണ്ട് തന്നെ 1200-ാം ആണ്ട് കർക്കിടകത്തിൽ ഗ്രഹ രാശി മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ 11 നക്ഷത്രങ്ങൾക്കുള്ള സമൃദ്ധി ലഭിക്കുന്ന പുണ്യമായ അവസരമാണ്. ദോഷകാലമാണെങ്കിൽ പോലും ചില നക്ഷത്രങ്ങൾക്ക് ദോഷകാലമായി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഈ ഏകാദശി തൊഴുത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ ദോഷങ്ങൾ മാറി അനുഗ്രഹദായകമായിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു വർഷക്കാലത്തേക്കാണ് ഈ 11 നക്ഷത്രങ്ങൾക്ക് ഈ അനുഗ്രഹം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ മഹേശ്വരൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീ മഹാവിഷ്ണു ഭഗവാൻ, ഈ ദേവചൈതന്യങ്ങളാണ് പിതൃ മോക്ഷദായകരായി നിലനിൽക്കുന്ന തിരുരൂപങ്ങൾ. ആയതുകൊണ്ട് തന്നെ ഈ ദൈവശക്തികൾ കർക്കിടക മാസം ആരാധന സ്വീകരിക്കുകയും ആരാധിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം മഴ പോലെ വർഷിക്കുകയും ചെയ്യുന്ന അനുഭവവേദ്യമായ മാസമാണ് കർക്കിടകം. മഹാദേവനും വിഷ്ണുദേവനും ശ്രീ കൃഷ്ണ ഭഗവാനും പൂജകൾ സ്വീകരിച്ച് പൂജകൾ ചെയ്യുന്ന ഭക്തന് മഴ പോലെ അനുഗ്രഹം നൽകുന്ന പുണ്യകാലമാണ് കർക്കിടകം. 1200-ാം ആണ്ട് കർക്കിടകത്തിലെ അവസാന ഏകാദശി എന്ന ഒറ്റ ദിനത്തിലെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയിലൂടെ ഭഗവത് ചൈതന്യങ്ങൾ അനുഗ്രഹ പ്രഭ വിതറി നമ്മളെ ചേർത്തു പിടിക്കും എന്നത് മാറ്റമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതിലൂടെ ഒരു വർഷത്തെ സമൃദ്ധിദായകമായ ജീവിതമാണ് നമുക്ക് നൽകുന്നത്. അതീവ ഭക്തിയോടെ വേണം ഈ പൂജകൾ തൊഴുത് പ്രാർത്ഥിക്കാൻ. അതായത് ശ്രീകൃഷ്ണ സന്നിധിയിലെത്തി ഏകാദശി ദിവസം നിർമാല്യം തൊഴാൻ വരിക എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ അങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട് വേണം. പൂജകളൊക്കെ കഴിഞ്ഞ് പ്രഭാപൂരം ചിതറി ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ മനസ്സിലേറ്റുവാങ്ങുക എന്നുള്ളതാണ് 11 നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്നത്. തലേ ദിവസം തന്നെ ത്രിമധുരവും തൃക്കൈവെണ്ണയും കൃഷ്ണന് അനുയോജ്യമായ പൂജകളും വഴിപാടുകളും നടത്തിയിരിക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസം വൈകിട്ട് വിഷ്ണു സന്നിധിയിലെത്തി ഭഗവാന്റെ തിരുരൂപം ചാർത്തി ധൂപ മാല്യാദി സുഗന്ധാദികൾ കൊണ്ട് നിറഞ്ഞ് പരിലസിക്കുന്ന അന്തരീക്ഷത്തിൽ ശ്രീകോവിൽ തുറക്കുമ്പോൾ ആ ദർശനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹദായകമാണ്. ഈ ഏകാദശി നാളിലും കർക്കിടക മാസത്തിൻ്റെ അവസാന ഏകാദശി നാളാണ്. തീർച്ചയായിട്ടും 11 നാളുകൾ അനുഗ്രഹീതപ്പെടാൻ പോവുകയാണ്, ഒരു സംശയവും വേണ്ട. ദോഷകാലത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ പോലും ആ ദോഷം ഒരു വർഷത്തേക്ക് മാറി നിൽക്കുക തന്നെ ചെയ്യും. തീർച്ചയായും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും പറയാൻ പോകുന്ന 11 നക്ഷത്രക്കാർ തീർച്ചയായും ഈ നിർമാല്യവും ദീപാരാധനയും തൊഴണം. ഈ ഏകാദശി നാളിൽ തൊഴുതാൽ 11 നക്ഷത്രക്കാർക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട. ഭാഗ്യം സിദ്ധിക്കുന്ന 11 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് രേവതി നക്ഷത്രമാണ്, രണ്ടാമത്തേത് ചതയം, മൂന്നാമത്തേത് ഉത്രാടം, നാലാമത്തേത് പൂരാടം, അഞ്ചാമത്തേത് തൃക്കേട്ട, ആറാമത്തേത് ചോതി നക്ഷത്രമാണ്, ഏഴാം നക്ഷത്രം ഉത്രമാണ്, എട്ടാമത്തെ നക്ഷത്രം പൂരം, ഒൻപതാമത്തെ നക്ഷത്രം പൂയമാണ്, 10ാം നക്ഷത്രം പുണർദമാണ്, 11 രോഹിണി. ഈ 11 നക്ഷത്രങ്ങൾക്കാണ് ഭഗവത് ദർശനത്താൽ അനുഗ്രഹീത പുണ്യമായിരിക്കുന്ന ഒരു വർഷം ഉണ്ടാകാൻ പോകുന്നത്. എല്ലാം ഇവർക്ക് അനുഗ്രഹത്തിലൂടെ നൽകുക തന്നെ ചെയ്യും ഭഗവാന്മാർ.
നല്ല വീട്, വാഹനം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളായവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അലസതയുണ്ടെങ്കിൽ അത് മാറുക, പൂർവാധികം ഉജ്ജ്വലരായി മുന്നോട്ട് നീങ്ങാനുള്ള വഴി തുറക്കുക, അസ്വാസ്ഥ്യം മൂലം അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഇല്ലാതാവുക, ദാമ്പത്യ വ്യവസ്ഥകളിൽ ദുരിതം നിറഞ്ഞു നിൽക്കുന്നവർക്ക് അത് മാറി സ്നേഹസമ്പൂർണമായ ദാമ്പത്യ ജീവിതമുണ്ടാവുക, വിവാഹം താമസിച്ചു നിൽക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഏകാദശി നാളിൽ ശ്രീകൃഷ്ണ സന്നിധിയിലും വിഷ്ണു സന്നിധിയിലും എത്തി ഇപ്പറഞ്ഞ പൂജകൾ കണ്ട് തൊഴുക. തീർച്ചയായിട്ടും വിവാഹ താമസം മാറും. ദോഷമായിരിക്കുന്ന കാലഘട്ടങ്ങളെ പിന്തുടർന്ന് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടാർന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ നക്ഷത്രജാതരും ഈ 11 നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ളവർ 11 നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ദേവസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക. എല്ലാ നാളിനും ഈ ഗുണം ലഭിക്കും. 11 നാളുകൾക്ക് പ്രത്യേകിച്ചും മറ്റുള്ള നാളുകളും ഈ ദിനത്തിൽ ശ്രീകൃഷ്ണ സന്നിധിയിലും വൈഷ്ണവ സന്നിധിയിലും പോയി പ്രാർത്ഥിക്കുക. വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്നാൽ ഈ 11 നക്ഷത്ര ജാതർ കർക്കിടക മാസത്തിലെ അമാവാസി എന്ന് പറയുന്ന ഒറ്റ നാൾ കൊണ്ട് ആ ദിവസത്തെ ശ്രീകൃഷ്ണ ദർശനവും മഹാവിഷ്ണുദേവൻ്റെ ദർശനവും ലഭിച്ചാൽ അടുത്ത വർഷം കർക്കിടകത്തിലെ അവസാന ഏകാദശി വരെ ഭാഗ്യശാലികളായി തുടരുക തന്നെ ചെയ്യും. വീട്, വാഹനം, ജോലി, വസ്തു ഇതൊക്കെ ലഭിക്കും. ജീവിതാവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാം ലഭിക്കുന്ന പുണ്യദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അതായത് വിദ്യാപുരോഗതി, വിദേശവാസം എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹം വന്നു ചേരുകയാണ് ഈ 11 നക്ഷത്രക്കാർക്ക്. മറ്റുള്ള നക്ഷത്രക്കാരും ഈ പറഞ്ഞ ദിവസം തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അത് അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശ്രീകൃഷ്ണ സന്നിധിയിൽ തൃക്കൈവെണ്ണ, ത്രിമധുരം, പാൽപ്പായസ വഴിപാടൊക്കെ തലേന്ന് ചെയ്തിരിക്കണം. അതുപോലെ വിഷ്ണു ക്ഷേത്ര തിരുസന്നിധിയിൽ വിഷ്ണുപൂജ, എള്ളെണ്ണ, ചന്ദനത്തിരി സമർപ്പിക്കൽ, നെയ്യ് സമർപ്പിക്കൽ തുടങ്ങിയവയും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണുപൂജയും ഈ ചന്ദനാദി ഗുണങ്ങൾ, വിഷ്ണുപൂജയും ചന്ദനവും നെയ്യും എള്ളെണ്ണയും ഒക്കെ സമർപ്പിക്കണം. അതിന് ശേഷമാണ് പിറ്റേ ദിവസത്തെ ദീപാരാധനയ്ക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആ തിരുരൂപം കണ്ട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 5-ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ്. ശ്രീകൃഷ്ണ സന്നിധിയിലെ നിർമാല്യവും വിഷ്ണു സന്നിധിയിലെ ദീപാരാധനയും തൊഴുക. തീർച്ചയായിട്ടും അതിലൂടെ 11 നക്ഷത്രങ്ങൾക്ക് വളരെ വളരെ സമൃദ്ധിദായകമായ ജീവൽ പശ്ചാത്തലങ്ങളാണ് വരുന്നത്. ഭാഗ്യക്കുറി പോലും ലഭിക്കുന്നതിനുള്ള അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റു നക്ഷത്രങ്ങളും ഈ ദിവസത്തിൽ ഈ ദേവതാ സാന്നിധ്യങ്ങളെ തൊഴുത് പ്രാർത്ഥിച്ചു കൊള്ളുക. എല്ലാ നല്ലതുകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.